الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടജനങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റമദാനിൽ അതിന്റെ രാപ്പകലുകളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുകയും ഒക്കെ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ റമദാനിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അതിൽ നോമ്പും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ദൈർഘ്യമേറിയ ഖിറാഅത്തോടുകൂടെയുള്ള ഖിയാമുൽ ലൈൽ തറാവീഹ് നമസ്കാരവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും
നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, ബന്ധത്തിൽപ്പെട്ടവർ, നാമുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പലരും ഇന്ന് ബർസഖി ലോകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിലൂടെ, ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതുപോലെ ഒരു ഷഹീദിനേക്കാൾ പ്രതിഫലം ഒരു വിശ്വാസിക്ക് കരസ്ഥമാക്കാൻ ഉതകുന്ന പരിശുദ്ധ റമദാൻ, നരകത്തിന്റെ കവാടങ്ങളൊക്കെ അടക്കപ്പെടുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന മഹത്തായ റമദാൻ, ബർസഖി ലോകത്തേക്ക് പ്രവേശിക്കപ്പെട്ട മനുഷ്യർ പോലും ഒരു വേള കൊതിച്ചു പോകുന്ന, ഒരു റമദാൻ കൂടെ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന പരിശുദ്ധമായ റമദാൻ, 1000 മാസത്തേക്കാൾ പ്രതിഫലം ലഭ്യമാകുന്ന ഒരു രാത്രി ഉൾക്കൊള്ളുന്ന, അതിനെ പ്രതീക്ഷിക്കേണ്ട പരിശുദ്ധമായ റമദാൻ മാസം. ഇങ്ങനെ ഒട്ടനവധി ശ്രേഷ്ഠതകളും മഹാത്മ്യങ്ങളും ഒക്കെ ഉണ്ട് നാം നിലകൊള്ളുന്ന ഈ റമദാനിൽ. പക്ഷേ ഈ റമദാനിന് ഇത്രമേൽ ശ്രേഷ്ഠതയും പദവിയും മഹാത്മ്യവും ഒക്കെ നേടിക്കൊടുത്ത മറ്റൊരു കാര്യമുണ്ട്. അതാണ് ഞാൻ ആദ്യമായി ആമുഖമായി ഓതിവെച്ച സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പറയുന്നത്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാൻ മാസം, ഈ റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്, ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായതാണ് പരിശുദ്ധ റമദാൻ. നിങ്ങൾ ആരെങ്കിലും ഈ റമദാനിലുണ്ട് എങ്കിൽ, ഈ റമദാനിൽ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഫല്യസും, അവർ നോമ്പെടുക്കണം. അപ്പൊ റമദാനിനെ റമദാനാക്കിയത്, റമദാനിന് ഈ നൽകപ്പെട്ട ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ഇത്തരം മഹാത്മ്യങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ റമദാനിന് നൽകുന്നത് ഖുർആനിന്റെ അവതീർണതയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്, ഈ ആദ്യ നാളുകളിൽ നാം പരിശോധിക്കേണ്ടത് ഖുർആനുമായി നമ്മുടെ ബന്ധം എങ്ങനെയാണ് എന്നാണ്. ഖുർആനുമായി അടുക്കാൻ നമ്മൾ എത്ര സമയം, ഈ റമദാനിന്റെ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എത്രത്തോളം സമയം ഖുർആനുമായി ബന്ധപ്പെടാനും, ഖുർആൻ പഠിക്കാനും, ഖുർആൻ ചർച്ച ചെയ്യാനും, ഖുർആൻ ഹിഫ്ള് ചെയ്യാനും, ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ നമ്മൾ എത്രത്തോളം സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നത് പരിശോധിക്കണം. നമ്മുടെ പൂർവികരായ സലഫുകളൊക്കെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രം മുതിരാറുണ്ടായിരുന്നു, അതിനുവേണ്ടി സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു ഒക്കെ അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് ഒരുപാട് പ്രതിഫലമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു ഖുർആൻ പാരായണം, നമ്മളൊക്കെ ഒരു ഖത്ം തീർക്കുക, 2 ഖത്ം തീർക്കുക, ഈ രൂപത്തിലുള്ള ഒരു പാരായണത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ അതൊരു കേവലം പാരായണം ചെയ്തുകൊണ്ട് കൂലി വാങ്ങാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നത് കാണാം. സൂറത്ത് സാദിന്റെ 29-ാമത്തെ ആയത്തിൽ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. എന്തിനാണ് ഖുർആൻ, എന്തിനാണ് കിതാബ്? ഈ കിതാബ് അൻസൽനാഹു ഇലൈക, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത്, മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി, അവർ അതിന്റെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ചിന്തിക്കാനും, ഇത് പഠിക്കാനും, ഇത് ഗവേഷണം ചെയ്യാനും, ഇത് ചർച്ച ചെയ്യാനും, ഇത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഗ്രന്ഥമാണ്. കേവലം ഓതിക്കൂലി വാങ്ങാം എന്ന ഒരു ധാരണയാണ് പലപ്പോഴും നമ്മളിലൊക്കെ കാണാറുള്ളത്. പ്രത്യേകിച്ചും റമദാൻ കടന്നു വരുമ്പോ ഖുർആൻ പാരായണത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ആളുകളെ കാണും. പക്ഷേ അങ്ങനെ മാത്രമല്ല, അതിനപ്പുറത്ത് അതിൽ പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൂടെ നമ്മിൽ വിശ്വാസികളിൽ ഉണ്ടാവണമെന്ന. എന്നാൽ ഇതിനർത്ഥം പാരായണത്തിന് പ്രതിഫലമില്ല എന്നല്ല.
വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ പറഞ്ഞപ്പോ, അതുപോലെ തന്നെ സകാത്തിനെ പറഞ്ഞപ്പോ അതിനോട് ചേർത്തിയാണ്. നോക്കൂ, ഫാത്തിറിലെ 29-ാമത്തെ വചനം, സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പാരായണത്തെ ചേർത്ത് പറയുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ് സ്വലാത വ അൻഫഖൂ മിമ്മാ റസഖ്നാകും സിർറൻ വ അലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. നഷ്ടമില്ലാത്ത കച്ചവടം, നമസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ ധനം ചിലവഴിക്കുന്നതും രഹസ്യവും പരസ്യവുമായ അത്തരം ദാനധർമ്മങ്ങൾ ഇതിനോട് ചേർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യത്ലൂന കിതാബല്ലാഹ്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ കിതാബ് അത് പാരായണം ചെയ്യുന്ന ആളുകളെന്ന് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുമ്പോ അത് ചില്ലറ കാര്യമൊന്നുമല്ല, അത് നിസാരവൽക്കരിക്കേണ്ട വിഷയമല്ല. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആരെങ്കിലും ഒരക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അയാൾക്ക് ഒരു പ്രതിഫലമുണ്ട്. എന്നാൽ വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, അത് പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ സമീപത്ത് ആ ഒരു ഹസനത്ത് അത് 10 ഇരട്ടിയായി മാറുന്നതാ, 10 നന്മയായി മാറുന്നതാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് നമ്മൾ പാരായണം ചെയ്യാറില്ലേ, ഇത് ഒരു അക്ഷരമാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, ഇത് മൂന്നും വ്യത്യസ്തമായ 3 അക്ഷരങ്ങൾ തന്നെയാ. അഥവാ ഓരോ അക്ഷരം പാരായണം ചെയ്യുമ്പോ 10 പ്രതിഫലം. ഈ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോ 30 പ്രതിഫലം. അതിന്റെ അർത്ഥം ആർക്കറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അഥവാ അർത്ഥമറിയാതെയാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ പോലും ഇത്രയധികം പ്രതിഫലവും ശ്രേഷ്ഠതയും ഒക്കെ വിശുദ്ധ ഖുർആൻ പാരായണത്തിനുണ്ട് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇത് അതിനു വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമല്ല. അങ്ങനെ ഓതിയ കൂലിയില്ലേ? ഉണ്ട്, ഒരുപാട് കൂലിയുണ്ട്. പക്ഷേ അതിൽ മാത്രം വിശ്വാസികൾ ഒതുങ്ങി നിന്നാൽ എന്ത് ലക്ഷ്യത്തിനാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പറഞ്ഞതിൽ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇത് പഠിക്കണം, ഇതിന്റെ ആശയവും ഇതിന്റെ അർത്ഥവും ഒക്കെ നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും വേണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കാണാം. യഹ്ദീഹിം മിനദ്ദുലുമാതി ഇലന്നൂർ, അതെ, അവരെ ഇരുട്ടുകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിന്റെ വീഥികളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എങ്ങനെയാ നമ്മളെ കൊണ്ടുപോകുക? നമ്മൾ ഖിയാമത്ത് നാൾ വരെ ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പാരായണം മാത്രമാണ് എങ്കിൽ എവിടെ നിന്നാണ് ഇതിന്റെ വെളിച്ചം നമുക്ക് ലഭ്യമാകുന്നത്? അതിനകത്ത് പറഞ്ഞ ആയത്തുകൾ എങ്ങനെയാണ് നമുക്ക് പരിവർത്തനം ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് ഖുർആൻ ഓതിയിട്ടും ഖുർആൻ പഠിച്ചിട്ടും സഹാബാക്കളുടെ പരിവർത്തനങ്ങൾ നമുക്കറിയില്ലേ? ഏറ്റവും മോശക്കാരായി ജീവിച്ച ഒരു വിഭാഗം ആളുകൾ, അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അങ്ങേയറ്റം വഴിപിഴച്ചു പോയ ആളുകളായിരുന്നു. മദ്യം അവരുടെ കൂടപ്പിറപ്പായിരുന്നു. മദ്യമില്ലാതെ ലഹരി, ഇന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, കൊലപാതകങ്ങൾ, കൊള്ളകൾ, മോഷണങ്ങൾ, ലഹരിയുടെ ആധിക്യം, ഇതുപോലെ അതിന്റെ ആധിക്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗം ആളുകളെ പരിവർത്തിപ്പിച്ചെടുത്തത്? മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നും മുക്കിനു ടെന്റുകൾ കെട്ടിയിട്ട് നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന വേശ്യാലയങ്ങൾ തുറന്നു വെച്ച മക്കയുടെ തെരുവീതികളിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എത്തിയപ്പോ അതെല്ലാം അടച്ചുപൂട്ടി. മദ്യഷോപ്പുകൾ അടച്ചുപൂട്ടി, ബാറുകൾ അടച്ചുപൂട്ടി, മദ്യത്തിന്റെ വീപ്പകൾ തെരുവീതിയിലൂടെ, മദീനയുടെ തെരുവീതിയിലൂടെ ഒഴുക്കപ്പെട്ടു. ചരിത്രങ്ങൾ നമുക്കറിയാം. ഉടനെ അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തേ? യത്ലു അലൈഹിം ആയാത്തി, ഖുർആനിന്റെ ആയത്ത് അവർ ഓതിക്കൊടുത്തു. യുഅല്ലിമുഹുൽ കിതാബ്, ഈ കിതാബ് അവരെ പഠിപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. സഹോദരങ്ങളെ, ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടായിട്ട്, ആ ഖുർആൻ നമ്മുടെ കൈവശമുണ്ടായിട്ട് നമ്മളത് പഠിക്കുന്നുണ്ടോ? നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ?
നമുക്കറിയില്ലേ പലിശ ഹറാമാണെന്ന്? നമുക്കറിയില്ലേ വ്യഭിചാരം ഹറാമാണെന്ന്? നമുക്കറിയില്ലേ ലഹരി ഹറാമാണെന്ന്? ഖുർആനിന്റെ ആയത്തുകളിൽ എത്രയെത്ര പറയുന്നുണ്ട്. അന്യന്റെ കുറ്റവും കുറവും പറയരുതെന്ന് ഖുർആൻ നമ്മോട് പറയുന്നില്ലേ? മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് ഖുർആൻ നമ്മോട് പറയുന്നില്ലേ? സത്യമേ പറയാവൂ എന്ന് ഖുർആൻ നമ്മോട് പറയുന്നില്ലേ? പക്ഷെ എന്തേ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവാത്തത്? സർവ്വ തിന്മകളിൽ നിന്നും നന്മയുടെ പാന്താവിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഈ ഗ്രന്ഥം കൊണ്ടുപോകും. നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ ഷെൽഫുകളിലുണ്ട്, നമ്മൾ അലമാറകളിലുണ്ട്, നമ്മൾ തട്ടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ നാം? ഈ റമദാൻ അതിനുള്ളതായി മാറണം. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാനിനെ റമദാനാക്കിയത് ഖുർആനാണ്. അപ്പോ ഖുർആനിനോട് കൂടുതൽ അടുക്കാൻ, ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാൻ, ഖുർആൻ പഠിക്കാൻ ഒന്നും നമ്മൾ മാനദണ്ഡമാക്കേണ്ട. മറ്റൊരു തരത്തിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വേണ്ട. എനിക്ക് പ്രായമായില്ലേ, എനിക്ക് അറബി അറിയില്ലല്ലോ, എന്റെ കയ്യിലില്ലല്ലോ, ഇതൊന്നും നമ്മുടെ മുമ്പിൽ വിഷയമല്ല. അതൊക്കെ വെറുതെ ഉള്ളൊരു ന്യായമാണെന്ന് പറയുമ്പോഴും നമുക്കറിയാം പ്രായം പ്രശ്നമല്ല എന്നുള്ളത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത പ്രായമായ ആളുകൾ ആരാണുള്ളത്? ഇംഗ്ലീഷ് അറിയില്ല എങ്കിലും അതിന്റെ ചില സിംബലുകൾ കണ്ടിട്ട് കോൾ ചെയ്യാൻ അറിയാത്ത ആരാണുള്ളത്? അത് ഉപയോഗിക്കാൻ കഴിയാത്തത്? അതിനകത്ത് വാട്സപ്പ് നോക്കണം, യൂട്യൂബിൽ സെർച്ച് ചെയ്യണോ? പ്രായം പ്രശ്നമല്ല, ഒന്നും മാനദണ്ഡമല്ല, അതൊന്നും വിഷയമല്ല. അതൊക്കെ പരിശീലിച്ച ശരിയാകുന്ന. അതെ, പക്ഷെ ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പറയുമ്പോ ഇനി എപ്പോഴാ? ഇത്ര പ്രായമായില്ലേ, ഇനി ഈ സമയത്താണോ ഖുർആൻ? അതെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുജന്മാരിൽ ഒരുപാട് ആളുകൾ പ്രായാധിക്യം ചെന്നവരായിരുന്നു. ഖുർആൻ മനപ്പാടമാക്കിയവർ, ഖുർആൻ പ്രബോധനം ചെയ്തവർ, ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തവർ, അതൊക്കെ പ്രായമേറെ ചെന്ന പല സഹാബികളുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുദല്ലിന്നാസ്, ഇത് മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. ഇത് നമുക്ക് മാത്രമല്ല, ഈ ലോകത്തിന് വെളിച്ചമേകുന്ന, ലോകർക്ക് വെളിച്ചമേകുന്ന, മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം നൽകുന്ന, അവർക്കൊക്കെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണോ? ഖുർആനാണ് മാർഗം. നന്മയുടെ പാന്താവിലൂടെ സഞ്ചരിക്കണോ? വിശുദ്ധ ഖുർആനാണ് മാർഗം. ഈ ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട്. അതിലൊന്നാമത്തെ ബാധ്യത ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആൻ പരമാവധി പാരായണം ചെയ്യുക. അത് പ്രത്യേകിച്ച് ഈ റമദാനിൽ പല തിരക്കുകളും നമുക്കുണ്ടാകും. പക്ഷേ റമദാനാണ് ഖുർആൻ പാരായണത്തിന്റെ മാസമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചധികം സമയം ഈ ഖുർആൻ പാരായണത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ വായിക്കണം, ഖുർആൻ പാരായണം നടത്തണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, അത് പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് ശുപാർശകനായി നാളെ പരലോകത്ത് വരും. നമുക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട്, നമുക്ക് ശുപാർശകനായിക്കൊണ്ട് ഖുർആൻ ആരാണ് പാരായണം ചെയ്യുന്നത് അവർക്ക് പാരത്രിക ലോകത്തേക്ക് അവരോട് ശുപാർശകനായിക്കൊണ്ട് ഖുർആൻ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുക. ചെറിയ സൂറത്തുകളൊക്കെ നമുക്ക് എത്ര സൂറത്ത് അറിയാം? 10 സൂറത്താണ് പറയുന്നത്. 11ാമത്തത് മനഃപ്പാഠമാക്കാൻ ഒരു ശ്രമം നടത്തുക. അത് കേട്ടിട്ടും വായിച്ചിട്ടും ഓതിയിട്ടുമൊക്കെ ആ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ബൈഹാർട്ട് മനഃപ്പാഠമാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലു ലി സാഹിബിൽ ഖുർആൻ, പാരത്രിക ലോകത്ത് വെച്ച് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ആളുകളോട് പറയപ്പെടും, നീ വായിക്കുക, നീ പാരായണം ചെയ്യുക, എന്നിട്ട് സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിലേക്ക് നീ കയറിപ്പോകുക. ദുനിയാവിൽ വെച്ച് സുന്ദരമായി സാവധാനത്തിൽ തർത്തീലായിക്കൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്തില്ലേ, അതുപോലെ പാരായണം ചെയ്ത് നീ കയറിപ്പോകുക. സ്വർഗത്തിന്റെ നിന്റെ ഗേഹം, നിന്റെ അവസരം, നിനക്കുള്ള ഭവനം, അത് നീ എവിടെ വെച്ചാണോ
ഏറ്റവും അവസാനത്തെ ആയത്ത് പാരായണം ചെയ്യുന്നത് അവിടെയാണ്. 10 ആയത്ത് മാത്രം അറിയാവുന്ന വ്യക്തിക്ക് എങ്ങോട്ടാ കയറിപ്പോകാൻ പറ്റുക? തീരെ ഹിഫ്ളില്ലാത്ത വ്യക്തിക്ക് എങ്ങോട്ടാ കയറിപ്പോകാൻ പറ്റുക? അതുകൊണ്ട് പരിശ്രമിക്കണം. ഇനിയുള്ള അവസരങ്ങൾ കഴിവിന്റെ പരമാവധി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള അവസരങ്ങളാക്കി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനുള്ള അവസരങ്ങളായി നമ്മൾ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും ഇനി അവിടെ ഒന്നുമില്ല എങ്കിൽ നമ്മുടെ മൊബൈലിൽ, നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാണ് പരിഭാഷകൾ, തഫ്സീറുകൾ. അമാനി മൗലവിയുടെ തഫ്സീർ പരിഭാഷ, അത് അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. കേരളീയ സമൂഹത്തിന് ഉപയോഗപ്പെടുത്താറുണ്ടോ? നമ്മിൽ എത്ര പേരാണ് അത് വായിക്കാറുള്ളത്? ശ്രദ്ധിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അത് പഠിക്കാനും അത് പഠിപ്പിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. പഠിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ സ്വയം പഠിക്കണം. പഠിച്ച ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഇതൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേ രൂപത്തിൽ തന്നെ ഖുർആൻ കേൾക്കുക. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും. മൗനമായി വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഖുർആൻ കേൾക്കുകയാണ് എങ്കിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചാരത്തേക്ക് വിളിക്കും. ഇബ്നു മസ്ഊദേ, താങ്കൾ ഖുർആൻ ഓതുക എന്ന് പറയും. ഞാനൊന്ന് കേൾക്കട്ടെ നബിയെ, അങ്ങേക്കല്ലേ ഇത് അവതരിപ്പിക്കപ്പെട്ടത്, അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഓതാനും അത് ശ്രദ്ധിച്ച് കേൾക്കാനും ഒക്കെ മനസ്സ് കാണിച്ചതായി, നമുക്ക് മാതൃകയായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. ഒഴിവ് കിട്ടുന്ന സമയത്ത് ഖുർആൻ കേൾക്കുക. പല ആളുകളും വാഹനത്തിൽ, യാത്രകളിലൊക്കെ പല പാട്ടും വെച്ചിട്ടാണ് യാത്ര ചെയ്യുക. വിശുദ്ധ ഖുർആൻ ആവട്ടെ നമ്മുടെ കർണപുടങ്ങൾക്ക് ആനന്ദമേകുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങളാവട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിക്കൽ പറഞ്ഞു, ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. എന്താണ് ജിഹാദ്? നിങ്ങൾ യുദ്ധം ചെയ്യണം. എങ്ങനെയാ ഖുർആൻ കൊണ്ട് യുദ്ധം ചെയ്യുക? ഖുർആൻ ഇത് പ്രബോധനം ചെയ്യുക. ഖുർആൻ ആവണം നമ്മുടെ ഏറ്റവും വലിയ ആയുധം. വാളും കുന്തവും തോക്കും ബോംബുമല്ല ഒരു മുഅ്മിനിന്റെ ആയുധം. ഒരു മുഅ്മിനിനെ പരിവർത്തിപ്പിക്കുന്നത്, ഒരു മുഅ്മിനിന് ഇജ്ജത്തോടുകൂടെ ജീവിക്കാൻ ഉതകുന്നത്, ഒരു മുഅ്മിനിനെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കയറി ചെല്ലാൻ അനുഗ്രഹമായി തീരുന്നത്, കാരണമായി തീരുന്നത് അത് ഖുർആനാണ്. ഈ ഖുർആനിനെ ഏറ്റവും വലിയ ആയുധമായി നമ്മൾ എടുത്താൽ അത് ഒന്ന് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കും. രണ്ടാമത്തത് സമൂഹത്തിലേക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് സാധിക്കണമെങ്കിൽ ഒന്നാമത് നമ്മൾ ഖുർആൻ വായന, പാരായണം അത് അനിവാര്യമാണ്. അത് ഏറെ പ്രതിഫലാർഹമാണ്. അതിനപ്പുറത്തേക്ക് അതിന്റെ പഠനത്തിലേക്ക്, അതിന്റെ ചർച്ചകളിലേക്ക്, അത് പഠിപ്പിക്കുന്നതിലേക്ക്, അത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിലേക്കൊക്കെ നമ്മൾ ആവേശം കാണിക്കേണ്ടതുണ്ട് എന്ന, അതുപോലെ തന്നെ അതിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താണ് കൈക്കൂലി വാങ്ങാത്തത്? ഒന്നും ഉണ്ടായിട്ടല്ല, മറ്റാരെയും പേടിച്ചിട്ടല്ല. എന്റെ റബ്ബിന്റെ നിർദ്ദേശമുണ്ട് ഖുർആനിലൂടെ. എന്തുകൊണ്ടാണ് കള്ളം പറയാത്തത്? എന്റെ റബ്ബിന്റെ നിർദ്ദേശമാണ് ഖുർആനിലൂടെ. അതുപോലെ തന്നെ മാതാപിതാക്കളെ ഇതുവരെയുള്ളതിനേക്കാൾ ഫെസിലിറ്റിയോടുകൂടെ വൃദ്ധസദനങ്ങളിലാക്കിക്കൂടെ? ഈ തിരക്കിനുള്ളിലും എന്തേ കഷ്ടപ്പാട്, എന്തിനങ്ങനെ പ്രയാസപ്പെടുന്നത്? അതെ, എന്റെ റബ്ബിന്റെ നിർദ്ദേശമാണ്. ഇങ്ങനെ ഓരോന്നും നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ഇടപാടുകളിൽ, നമ്മുടെ മക്കളെ വളർത്തുന്നിടത്ത്, സമൂഹവുമായി ബന്ധപ്പെടുന്നിടത്ത്, നമ്മുടെ ഓരോ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഖുർആൻ നമുക്ക് മാർഗദർശനമാകണം. ഇമാമു ഖുർആനി, ഖുർആനാണ് എന്റെ മാർഗദർശി, ഖുർആനാണ് എനിക്ക് നേതൃത്വം നൽകുന്നത്, ഞാൻ ഖുർആനിനെ അനുധാവനം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഖബറിലെ ചോദ്യം അതാണ്, ആരാണ് നിന്റെ ഇമാമു എന്നല്ല, വമാ ഇമാമു, എന്താണ് നിന്റെ ഇമാമു എന്ന. അവിടെ ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമുകളുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഖുർആൻ ഇമാമി എന്ന് പറയണമെങ്കിൽ
എന്റെ ഇമാം ഖുർആനാണെന്ന് എനിക്കും നിങ്ങൾക്കും പറയണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, പരിവർത്തിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിന് ഈ റമദാനിനെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അതല്ല, അവരുടെ ഹൃദയത്തിന്മേൽ പൂട്ടുകളിട്ടിരിക്കുകയാണോ? സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യം ഈ റമദാനിന്റെ തുടക്കത്തിൽ തന്നെ, ആദ്യത്തെ പത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഈ ചോദ്യം നമ്മോടാണോ? ഖുർആൻ പഠിക്കാത്ത, ഖുർആൻ ക്ലാസുകൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടല്ലോ, അതിനുള്ള സംവിധാനങ്ങൾ, അതിന്റെ പരിഭാഷകൾ നമ്മുടെ വിരൽത്തുമ്പുകളിലുണ്ടല്ലോ, നമ്മുടെ പള്ളികളിലും വീടുകളിലും ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും മറിച്ചു നോക്കാനോ, അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനോ ഇതിനൊന്നും തയ്യാറാവാത്ത ആളുകളോടാണ്, ഖുർആനിനെ പറ്റി ആലോചിക്കാനും പഠിക്കാനും തയ്യാറാവാത്ത ആളുകളോടാണ് അള്ളാഹു ചോദിക്കുക, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആൻ അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അവർ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ല, ഖുർആൻ കയറാത്ത രൂപത്തിൽ, ഖുർആൻ സ്വീകരിക്കാത്ത രൂപത്തിൽ, ഖുർആനിനോട് താല്പര്യമില്ലാത്ത രൂപത്തിൽ അവരുടെ ഹൃദയങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ? സീല് വെക്കപ്പെട്ടിരിക്കുകയാണോ? പൂട്ടുകളിട്ട് അടച്ചു പൂട്ടിയിരിക്കുകയാണ് അവരുടെ ഹൃദയങ്ങൾ? ഖുർആനിനു വേണ്ടി എന്തേ അവരുടെ ഹൃദയങ്ങൾ തുറക്കാത്തത് എന്ന ചോദ്യം എന്നോടും നിങ്ങളോടുമാണോ എന്ന് ഈ റമദാനിൽ നമ്മൾ ചോദിക്കണം. ഈ ചോദ്യം നമ്മോടാണോ? ചോദിക്കണം നാം. അങ്ങനെയാണെങ്കിൽ ഈ റമദാൻ അതിനുള്ളൊരു തുടക്കമായി മാറണം. ഖുർആൻ പഠിക്കാൻ സഹോദരങ്ങളെ, കഴിഞ്ഞ കുത്തുബകളിലൂടെ നമ്മൾ കാര്യങ്ങൾ, ഒരുപാട് ആശങ്കകളും ഭയപ്പെടുന്ന വാർത്തകളും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനുശേഷവും പല ദുരന്തങ്ങളും റമദാനിലും ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, പരിഹാരം മറ്റൊന്നുമില്ല, ഈ ഖുർആനാണ്. നമ്മുടെ വീടകങ്ങളിലേക്ക് ഈ ഖുർആനിനെ നാം പ്രവേശിപ്പിക്കണം. ഇനിയും നാം അമാന്തിക്കുകയാണെങ്കിൽ, ഇനിയും നാം വൈമനസ്യം കാണിക്കുകയാണെങ്കിൽ, തോന്നിവാസങ്ങൾക്കും ശൈത്വാനികൾക്കും പൈശാചികമായ പ്രവർത്തനങ്ങൾക്കും അത്തരത്തിലുള്ള ആസ്വാദനങ്ങൾക്കുമുള്ള ഒരു കേന്ദ്രമായി നമ്മുടെ വീടിനെ മാറ്റുകയും പരിശുദ്ധ ഖുർആനിനെ ഈ നമ്മുടെ പടികയറ്റി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് നാം തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു തരുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാൻ പരിവർത്തനത്തിന്റെ റമദാനാവണം. ഖുർആൻ പഠനത്തിന്റെ തുടക്കം കുറിക്കുന്ന റമദാനാവണം. മഹാന്മാരായ സഹാബാക്കൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോ വല്ലാതെ പൊട്ടി കരയുമായിരുന്നു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിലേക്ക് വരാനോ ജമാഅത്തിൽ ഇമാമത്തിനുകൊണ്ട് നേതൃത്വം കൊടുക്കാനോ സാധിക്കില്ലെന്ന് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ് നിൽക്കാൻ പറ എന്ന് തന്റെ പ്രിയപ്പെട്ടവളായ ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളെ ഏൽപ്പിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാന അബൂബക്കർ റജുലൻ ബക്കാഅൻ ലാ യംലികു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ. തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ പ്രവാചകരെ, ഖുർആൻ ഓതി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ പ്രവാചകരെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര ആയത്തുകൾ നമ്മൾ ദിവസം പാരായണം ചെയ്യുന്നത്, ഇമാമിന്റെ എത്ര ആയത്തുകളാണ് നമ്മൾ ഒരു ദിവസം കേൾക്കുന്നത്. പക്ഷെ എവിടെയെങ്കിലും നമ്മുടെ കണ്ണുകൾ നനയുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ഹൃദയത്തിൽ ഒരു ഗദ്ഗതം ഉണ്ടാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്കെന്തെങ്കിലും ആയത്തുകൾ നമ്മെ പരിവർത്തിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ സ്വഭാവത്തിന് ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് മാറ്റം വരണമെന്ന് നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഈ രൂപത്തിൽ നമ്മൾ ആലോചിക്കുകയും
ഖുർആൻ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, നന്മയിലേക്ക് കൊണ്ടുപോകാൻ ആ രൂപത്തിലുള്ള പരിവർത്തനത്തിന്റെ ഗ്രന്ഥമാണെന്ന് തിരിച്ചറിവോടുകൂടെ ഈ ഖുർആൻ പഠിക്കൽ എനിക്ക് അനിവാര്യമാണ് എന്ന ചിന്തയോടുകൂടെ ഖുർആനിന്റെ ആളുകളാവുക. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവർ അഹ്ലുല്ലാഹ് എന്ന അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ്, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ് എന്ന്. അത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ബന്ധുക്കളായി മാറാൻ, അള്ളാഹുവിന്റെ അടുത്ത ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തരും റമദാൻ മുതൽ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.